പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ നിഴലിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പുതിയ പ്രഖ്യാപനം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയൊരു കൊടുങ്കാറ്റാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ മേഖലയിൽ താൽക്കാലിക സമാധാനം ലക്ഷ്യമിട്ട് നിലനിർത്തിയിരുന്ന എല്ലാവിധ വെടിനിർത്തൽ കരാറുകളും ഇനി മുതൽ പൂർണ്ണമായും അവസാനിച്ചതായി ട്രംപ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസം തുർക്കിയിലെ അങ്കാറയിൽ വെച്ച് നടന്ന അതീവ നിർണായകമായ നാറ്റോ ഉച്ചകോടിക്കിടെ മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്തപ്പോഴാണ് ആഗോള സുരക്ഷയെ തന്നെ ബാധിച്ചേക്കാവുന്ന ഈ കടുത്ത സൈനിക നയതന്ത്ര നിലപാട് അദ്ദേഹം ലോകത്തിനു മുന്നിൽ തുറന്നു പറഞ്ഞത്. ഇനി വരും ദിവസങ്ങളിൽ ഇറാന്റെ നിലവിലെ ഭരണകൂടവുമായോ അവരുടെ ഏതെങ്കിലും പ്രതിനിധികളുമായോ യാതൊരു വിധത്തിലുള്ള നയതന്ത്രപരമായ ചർച്ചകൾക്കോ ഇടപാടുകൾക്കോ താൻ ഒരുക്കമല്ലെന്ന് അദ്ദേഹം കടുത്ത ഭാഷയിൽ വ്യക്തമാക്കി. ഇറാനികൾ അടിസ്ഥാനപരമായി അന്താരാഷ്ട്ര നിയമങ്ങളെ മാനിക്കാത്തവരാണെന്ന് കുറ്റപ്പെടുത്തിയ ട്രംപ് ആഗോള സമൂഹത്തിനു മുന്നിൽ ഇറാനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്താനുള്ള രൂക്ഷമായ പ്രസ്താവനകളാണ് നടത്തിയത്. പശ്ചിമേഷ്യയിലെ നിലവിലെ സമാധാന അന്തരീക്ഷം തകർത്തത് ഇറാനാണെന്നും അതുകൊണ്ട് തന്നെ അവരുമായി ഇനി ഒരു തരത്തിലുള്ള സമാധാന ചർച്ചകൾക്കും അമേരിക്ക മുൻകൈ എടുക്കില്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ സമുദ്ര വ്യാപാര പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ നാടകീയമായ സൈനിക നീക്കങ്ങളെക്കുറിച്ചും ട്രംപ് മാധ്യമങ്ങളോട് വിശദീകരിക്കുകയുണ്ടായി. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് ഈ കടലിടുക്കിലൂടെ ശാന്തമായി കടന്നുപോവുകയായിരുന്ന 3 പ്രമുഖ ചരക്കു കപ്പലുകൾക്ക് നേരെ ഇറാൻ സൈന്യം നടത്തിയ അപ്രതീക്ഷിതമായ ആക്രമണമാണ് ഈ പുതിയ യുദ്ധപ്രതിസന്ധിക്ക് ആധാരം. സമുദ്ര സുരക്ഷയെയും ആഗോള വ്യാപാരത്തെയും പൂർണ്ണമായും അട്ടിമറിക്കുന്ന ഈ ഭീഷണിക്ക് പിന്നിൽ ഇറാന്റെ ഔദ്യോഗിക സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നേരിട്ടുള്ള ഇടപെടലാണെന്ന് അമേരിക്കൻ ഇന്റലിജൻസ് വിഭാഗം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇതിനുള്ള ശക്തമായ തിരിച്ചടിയെന്നോണം കഴിഞ്ഞ രാത്രിയിൽ തന്നെ ഇറാനിലെ അതീവ അപകടകാരികളായ സൈനിക താവളങ്ങളെയും കമാൻഡ് സെന്ററുകളെയും ലക്ഷ്യമിട്ട് അമേരിക്കൻ വ്യോമസേനയും നാവികസേനയും സംയുക്തമായി അതീവ മാരകമായ ആക്രമണം നടത്തിയതായി ട്രംപ് വെളിപ്പെടുത്തി. തങ്ങളെയും തങ്ങളുടെ സഖ്യകക്ഷികളെയും ആക്രമിക്കാൻ മുതിരുന്ന ഏത് ശക്തിക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാത്തതും അതിശക്തവുമായ പ്രഹരം നൽകുമെന്ന തന്റെ മുൻകാല മുന്നറിയിപ്പുകൾ ട്രംപ് ഇതിലൂടെ ആവർത്തിക്കുകയാണ് ചെയ്തത്. ഇറാന്റെ ഭരണകൂടം ലോക സമാധാനത്തിന് ഭീഷണിയായ തിന്മയുടെ പ്രതീകങ്ങളാണെന്ന് വിശേഷിപ്പിച്ച ട്രംപ് തങ്ങൾ നിലവിൽ നടത്തുന്ന ഈ സൈനിക നീക്കങ്ങളുടെ അന്തിമവും പ്രധാനപ്പെട്ടതുമായ ലക്ഷ്യം ടെഹ്റാനെ പൂർണ്ണമായും ആണവ വിമുക്തമാക്കുക എന്നതാണെന്ന് പ്രഖ്യാപിച്ചു. ഇറാൻ ഒരിക്കലും ഒരു ആണവ ശക്തിയായി മാറി ലോകത്തെ ഭീഷണിപ്പെടുത്താൻ അമേരിക്ക അനുവദിക്കില്ലെന്നും അവരുടെ ആണവ പദ്ധതികളെ എന്നേക്കുമായി തകർക്കുക എന്ന ലക്ഷ്യം US വരും ദിവസങ്ങളിൽ നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുന്നറിയിപ്പുകളെ തള്ളിക്കളഞ്ഞ് മാന്യതയില്ലാത്ത രീതിയിലാണ് ഇറാൻ കളിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ അവർ ലോകത്തെല്ലാവരെയും ഒരേപോലെ ലക്ഷ്യം വെക്കുകയാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. യഥാർത്ഥത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ശത്രുതയ്ക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 1979 ചരിത്രപരമായ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണമായും വഷളായിരുന്നു. പിന്നീട് നീണ്ട ചർച്ചകൾക്കൊടുവിൽ 2015 ഒപ്പുവെച്ച ചരിത്രപരമായ ഇറാൻ ആണവ കരാറിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് തന്റെ ആദ്യ ഭരണകാലത്ത് ഏകപക്ഷീയമായി പിന്മാറിയതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അവിശ്വാസം അതിന്റെ പരകോടിയിൽ എത്തിയത്. ഇപ്പോഴത്തെ ഈ കടുത്ത പ്രഖ്യാപനവും പരസ്പരമുള്ള സൈനിക നീക്കങ്ങളും ആ പഴയ ശത്രുതയുടെ പുതിയൊരു അധ്യായത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ പുതിയ യുദ്ധപ്രതീതിയും കടുത്ത നയതന്ത്ര പ്രതിസന്ധികളും അന്താരാഷ്ട്ര ഇന്ധന വിപണിയിലും ആഗോള സമ്പദ് വ്യവസ്ഥയിലും വളരെ പെട്ടെന്ന് തന്നെ പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം കടുത്തതോടെ രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില കുതിച്ചുയരാൻ തുടങ്ങിയിരിക്കുകയാണ്. ലോകത്തെ ആകെ എണ്ണ വിതരണത്തിന്റെ 1/3 ഭാഗവും കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്ക് യുദ്ധം മൂലം പൂർണ്ണമായി തടസ്സപ്പെട്ടാൽ ആഗോള എണ്ണ വിതരണം സ്തംഭിക്കുമെന്ന കടുത്ത ഭീതിയാണ് വിപണിയെ ഇപ്പോൾ പിടിച്ചുലയ്ക്കുന്നത്. എണ്ണവിലയിലുണ്ടാകുന്ന ഈ അപ്രതീക്ഷിത വർധനവ് ലോകമെമ്പാടും പണപ്പെരുപ്പം വർദ്ധിക്കുന്നതിനും ചരക്കുകൂലി കുത്തനെ കൂടുന്നതിനും കാരണമാകും. ഇതോടൊപ്പം തന്നെ ആഗോള ഓഹരി വിപണികളിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തുകയും സാമ്പത്തിക അസ്ഥിരതയുടെ ഘട്ടങ്ങളിൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ആളുകൾ ആശ്രയിക്കുന്ന സ്വർണത്തിന്റെ വില അന്താരാഷ്ട്ര വിപണിയിൽ പുതിയ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുകയും ചെയ്യുന്നു. പശ്ചിമേഷ്യയിലെ ഈ അശാന്തി ആഗോളതലത്തിൽ US ഡോളർ കൂടുതൽ ശക്തിപ്പെടുന്നതിനും അതിന് ആനുപാതികമായി ഇന്ത്യൻ രൂപ ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങളുടെ കറൻസികളുടെ മൂല്യം ഇടിയുന്നതിനും വഴി തുറന്നിരിക്കുകയാണ്. ഇത് ഈ രാജ്യങ്ങളിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായേക്കാം. ഈ അതീവ ഗുരുതരമായ ആഗോള പ്രതിസന്ധി ഘട്ടത്തിൽ
ലോകശക്തിയായ അമേരിക്കയുമായി ശക്തമായ തന്ത്രപ്രധാന പങ്കാളിത്തം പുലർത്തുമ്പോഴും ഇറാനുമായി നൂറ്റാണ്ടുകളായുള്ള സാംസ്കാരിക സാമ്പത്തിക ബന്ധങ്ങളുള്ള ഇന്ത്യ അതീവ ജാഗ്രതയോടെയും ദീർഘവീക്ഷണത്തോടെയുമാണ് സന്തുലിതമായ നയതന്ത്ര നിലപാട് സ്വീകരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ഇനിയും വഷളാകുന്നത് തടയാൻ പരമാവധി സംയമനം പാലിക്കണമെന്നും സൈനിക നടപടികൾക്ക് പകരം നയതന്ത്ര ചർച്ചകളിലൂടെയും സമാധാനപരമായ മാർഗങ്ങളിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുമാണ് ഇന്ത്യ അന്താരാഷ്ട്ര വേദികളിൽ ഔദ്യോഗികമായി ആവശ്യപ്പെടുന്നത്. ഹോർമുസ് കടലിടുക്കിലെ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണം ആഗോള ഊർജ്ജ സുരക്ഷയെയും അന്താരാഷ്ട്ര വ്യാപാര മേഖലയെയും ദോഷകരമായി ബാധിക്കുമെന്നതിനാൽ ഇന്ത്യ ഇതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലേക്കുള്ള അസംസ്കൃത എണ്ണയുടെ വലിയൊരു പങ്ക് വരുന്നത് ഈ ഇടുങ്ങിയ കടലിടുക്കിലൂടെയായതിനാൽ ഈ മേഖലയിലെ സമാധാനവും സുരക്ഷയും ഇന്ത്യയുടെ ആഭ്യന്തര സാമ്പത്തിക ഭദ്രതയ്ക്കും ആഭ്യന്തര വിപണിയിലെ ഇന്ധനവില നിയന്ത്രിക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായ കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യത്തെ ഇന്ത്യ ശക്തമായി പിന്തുണയ്ക്കുന്നു. ഇറാന്റെ ആണവവൽക്കരണത്തെക്കുറിച്ച് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഉയർത്തുന്ന സുരക്ഷാ ആശങ്കകളെ ഇന്ത്യ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ലെങ്കിലും കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയോ ഏകപക്ഷീയമായ സൈനിക നടപടികളിലൂടെയോ ഒരു രാജ്യത്തെ ലോകത്തിനു മുന്നിൽ ഒറ്റപ്പെടുത്തുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് ഇന്ത്യയുടെ പരമ്പരാഗതമായ വിലയിരുത്തൽ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ തന്ത്രപ്രധാനമായ ചാബഹാർ തുറമുഖ വികസനത്തിൽ വലിയ സാമ്പത്തിക നയതന്ത്ര നിക്ഷേപമുണ്ട്. മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും റഷ്യയിലേക്കും പാകിസ്ഥാനെ മറികടന്ന് നേരിട്ട് വ്യാപാരം നടത്താനുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ തന്ത്രപ്രധാനമായ പാതയാണ് ചാബഹാർ തുറമുഖം. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ പുതിയ ഉപരോധങ്ങളും സൈനിക നീക്കങ്ങളും ഈ വലിയ വികസന പദ്ധതിയുടെ ഭാവി പുരോഗതിയെയും ഇന്ത്യയുടെ മധ്യേഷ്യൻ വ്യാപാര താൽപര്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കുമോ എന്ന വലിയ ആശങ്ക ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിനുണ്ട്. ഉപരോധങ്ങൾ കർശനമാക്കിയാൽ ചാബഹാർ തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാകാൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യ കരുതുന്നു. ഇതോടൊപ്പം ഇന്ത്യയെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് പശ്ചിമേഷ്യൻ മേഖലയിലുള്ള ദശലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷയാണ്. പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹത്തിന്റെ തൊഴിൽ ഭദ്രതയെയും സുരക്ഷിതത്വത്തെയും ഈ മേഖലയിലെ ഒരു യുദ്ധ സാഹചര്യം ദോഷകരമായി ബാധിച്ചേക്കാം. യുദ്ധം പശ്ചിമേഷ്യയിലാകെ വ്യാപിച്ചാൽ അത് പ്രവാസികളുടെ കൂട്ടപലായനത്തിനും അവരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കേണ്ട വലിയൊരു ബാധ്യതയിലേക്കും ഇന്ത്യയെ നയിക്കും. കൂടാതെ പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന്റെ അളവ് ഗണ്യമായി കുറയുന്നതിനും ഇത് കാരണമാകും. ഇത് കേരളം പോലുള്ള പ്രവാസി വരുമാനത്തെ ആശ്രയിച്ചു നിൽക്കുന്ന സംസ്ഥാനങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെയും ഉപഭോഗ സംസ്കാരത്തെയും നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് പശ്ചിമേഷ്യയിലെ ഒരു ചെറിയ ചലനം പോലും ഇന്ത്യൻ ജനജീവിതത്തിൽ വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും. എന്നിരുന്നാലും ഭീകരവാദത്തോടും അന്താരാഷ്ട്ര സമുദ്ര സുരക്ഷാ ലംഘനങ്ങളോടും ഇന്ത്യ ഒരിക്കലും ഒത്തുതീർപ്പുകൾക്ക് തയ്യാറല്ലെന്ന കൃത്യമായ സന്ദേശം അമേരിക്കയ്ക്ക് ഇന്ത്യ നൽകുന്നുമുണ്ട്. ആഗോള സുരക്ഷ ഉറപ്പാക്കുന്നതിൽ അമേരിക്കയ്ക്കൊപ്പം നിൽക്കുമ്പോൾ തന്നെ സ്വന്തം താൽപര്യങ്ങൾ ബലികഴിക്കില്ലെന്നതാണ് ഇന്ത്യയുടെ നയം. ചുരുക്കത്തിൽ അമേരിക്കയുമായി വളർന്നു വരുന്ന ആഗോള പ്രതിരോധ സാങ്കേതിക സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ സ്വന്തം ഊർജ്ജ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഇറാനുമായുള്ള പരമ്പരാഗത ബന്ധം തകരാതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന അതീവ സങ്കീർണമായ ഒരു നയതന്ത്ര ബാലൻസിംഗ് ആക്ട് ആണ് ഇന്ത്യ ഈ വിഷയത്തിൽ വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ സമ്പൂർണ്ണ സമാധാനം പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ എല്ലാവിധ മധ്യസ്ഥ ശ്രമങ്ങൾക്കും തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് ഇന്ത്യ തങ്ങളുടെ ആഗോള സമാധാന നിലപാട് ഒരിക്കൽ കൂടിയാണ് ലോകത്തിനു മുന്നിൽ വ്യക്തമാക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ ആഗോള രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണയിക്കുന്നതിൽ നിർണായകമാകും.